അഡ്വക്കേറ്റ് ശ്രീജിത്ത് 5 മിനിറ്റ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതാണ് താങ്കളെ. നോക്കൂ, ദിലീപ് ശിക്ഷിക്കപ്പെടാതെ അതിജീവിതക്ക് നീതി കിട്ടില്ല, അങ്ങനെ ഒരു നറേറ്റീവാണ് ഇപ്പോൾ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. ദിലീപ് ശിക്ഷിക്കപ്പെടാതെ അതിജീവിതക്ക് നീതി ലഭിച്ചു എന്ന് പറയാൻ ആവില്ല. ഇപ്പോൾ സർക്കാരും അപ്പീലിൽ പോവുകയാണ്. ദിലീപിൻ്റെ പക്കലുള്ള തെളിവുകൾ നിരത്തിക്കൊണ്ട് ദിലീപ് നിയമപോരാട്ടത്തിന് എടുക്കുന്നു. പക്ഷേ എങ്കിലും ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ദിലീപിനെതിരെ പ്രതികരിക്കുന്നവരുടെ അജണ്ട എന്തായിരിക്കാം? ഇപ്പോഴും അവരെ നിയന്ത്രിക്കുന്ന വലിയ ശക്തികൾ, വലിയ തിമിംഗലങ്ങൾ ഉണ്ട് എന്ന് തന്നെയല്ലേ അനുമാനിക്കേണ്ടത്? മറുപടിയിലേക്ക് വരുന്നതിന് മുമ്പ് നേരത്തെ ഞാൻ പെല്ലിശ്ശേരി സംസാരിക്കുമ്പോൾ കയ്യുയർച്ചതിന്റെ ഒരു മറുപടി പറയാം. അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് എപ്പോഴും ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ദിലീപിനെതിരെ 8ാം പ്രതിക്കെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്ന വലിയ ഒരു പൊതുബോധമാണ്. ദിലീപ് ഈ 28 സാക്ഷികൾ കൂറുമാറിയതായി പ്രഖ്യാപിച്ചത് ദിലീപിനെ കൊണ്ടാണ്, ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ദിലീപിനെ കൊണ്ടാണെന്നുള്ളത്. 12/2020 ഒരു ക്രിമിനൽ മിസലേനിയസ് പെറ്റീഷൻ ബഹുമാനപ്പെട്ട വിചാരണ കോടതി പരിഗണിച്ചത് ഇൻ ക്രൈം നമ്പർ 18/2018 ഈ കേസിൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ പറഞ്ഞു 2 FIRകൾ ദിലീപിനെതിരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ചാർത്തപ്പെട്ടിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം സാക്ഷികളെ സ്വാധീനിച്ചതിന് കൃത്യമായിട്ടുള്ള തെളിവുണ്ട്. ഒന്ന് പീച്ചി പോലീസ് സ്റ്റേഷനിലും ഒന്ന് ബേക്കൽ പോലീസ് സ്റ്റേഷനിലും. ഈ പീച്ചി പോലീസ് സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കേസിൽ PW 227 മിസ്റ്റർ വിപിൻ ലാൽ ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതി പ്രകാരം FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് ദിലീപിന്റെ നിർദ്ദേശാനുസരണം മൊഴി മാറ്റാൻ തനിക്ക് ഭീഷണി കോൾ വന്നു എന്നാണ് പറയുന്നത്. FIR നമ്പർ 619/2020. രണ്ടാമത്തെ പരാതി പീച്ചി പോലീസ് സ്റ്റേഷനിലാണ്. PW 187. എന്താ പറഞ്ഞിരിക്കുന്നത്? ദിലീപിന്റെ വക്കീലായ രാമൻപിള്ളയുടെ നിർദ്ദേശപ്രകാരം നാസർ എന്നയാൾ ബന്ധപ്പെട്ടു എന്ന പേരിലാണ് ഈ ദിലീപ് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് ഈ രണ്ടാമത്തെ FIR ഉള്ളത്. FIR നമ്പർ 883/2020. 2 FIRകൾ കേരളത്തിൽ. ശ്രദ്ധിക്കണം, ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. കാരണം ദിലീപിന് ജാമ്യം കൊടുക്കുമ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളത് സമാനമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെടരുതെന്ന് മാത്രമല്ല, ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ബെയിൽ കണ്ടീഷൻ എന്ന് പറയുന്നത് സാക്ഷികളെ സ്വാധീനിക്കുകയോ എവിഡൻസിലെ ടാമ്പർ ചെയ്യുകയോ ചെയ്യുന്നതാണ്. അപ്പോ ഇതാണല്ലോ കാലമായിട്ടുള്ള ആരോപണം. ഇതിലേക്ക് 28 ആളുകളുടെ പേരൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇപ്പം സിനിമാ നടിമാരുടെയൊക്കെ ഉയർത്തി വെച്ചിട്ട് ദിലീപ് സ്വാധീനിച്ചു എന്ന് പറയുന്നത്. ഇതിന്റെ വിധി പകർപ്പാണ് എന്റെ കയ്യിലുള്ളത്. ഈ പകർപ്പിന്റെ ഏറ്റവും അവസാനത്തെ പേജിൽ എഴുതിയിരിക്കുകയാണ്: Prosecution miserably failed to convince this court that the respondent, that is Dilip, directly or indirectly influenced the witnesses or the tampered with the evidence, the petition being based on mere surmises without any iota of basic necessary materials to satisfy the principle laid down by the Honorable Supreme Court as stated above. Any further discussion is quite unwarranted and unnecessary to conclude that the same is devolved on merit and liable to be dismissed and accordingly dismissed. ഏതെങ്കിലും തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് 118 SC 118 2018 നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടിട്ട് 261 സാക്ഷികളിൽ ഏതെങ്കിലും സാക്ഷികളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടോ ഏതെങ്കിലും എവിഡൻസ് ടാമ്പർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടോ പ്രോസിക്യൂഷന് നിരന്തരമായി നൽകിയിട്ടുള്ള കേസുകളിൽ സാധിച്ചിട്ടില്ല. അക്കോർഡിംഗ്ലി ഡിസ്മിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 12/29/2020 ആണ് കേസ് നമ്പർ. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി എറണാകുളം അതിന് അപ്പീൽ പോയി, അതും അവിടുന്ന് തള്ളുകയുണ്ടായി. പറഞ്ഞു വന്നത്, ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും മെറ്റീരിയൽ ഏതെങ്കിലും കോടതിയിൽ ഏതെങ്കിലും സാക്ഷികളെ ദിലീപ് സ്വാധീനിച്ചു എന്നുള്ളതിന് ഒരു തെളിവും ഈ പറയുന്ന പെല്ലിശ്ശേരി. രണ്ടാമത്തെ ഏറ്റവും കോടതിയെ സ്കാൻഡലൈസ് ചെയ്യുന്ന രീതിയിൽ, കോടതി ജഡ്ജിനെ, പ്രിസൈഡിംഗ് ജഡ്ജിനെ സ്കാൻഡലൈസ് ചെയ്യുന്ന രീതിയിൽ, ഇൻ ക്വസ്റ്റ്യൻ ആക്കുന്ന രീതിയിൽ പെല്ലിശ്ശേരി പറഞ്ഞതാണ്. അതായത് അവർ നമുക്കറിയാമല്ലോ, നേരത്തെയും ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, 9 തവണ പല കോടതികളെയും സമീപിച്ചു ജഡ്ജിയെ മാറ്റണം എന്ന് പറഞ്ഞിട്ട്, ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം രാജിവെച്ച് പോകേണ്ടി വന്നിട്ടുള്ളത് പബ്ലിക് പ്രോസിക്യൂട്ടർമാർക്കാണ്, അല്ലാതെ ജഡ്ജിനല്ല എന്ന് പറയാം. മറ്റൊരു കാര്യം കൂടെ, സ്റ്റേറ്റ് ആണല്ലോ പ്രോസിക്യൂട്ടർ. സ്റ്റേറ്റ് ആണല്ലോ പ്രോസിക്യൂട്ടർ. സ്റ്റേറ്റിന്റെ പ്രോസിക്യൂട്ടർമാരാണല്ലോ. ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ. ഞാൻ പറയട്ടെ, 2 തവണ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള, അതും തൃശ്ശൂർ പോലുള്ള ജില്ലയിൽ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള MM വർഗീസിന്റെ മകളാണല്ലോ, പാർട്ടി സെക്രട്ടറിയുടെ മകളാണല്ലോ, ജില്ലാ സെക്രട്ടറിയുടെ മകളാണല്ലോ. സ്റ്റേറ്റിന് പറഞ്ഞൂടെ എന്തായാലും ശിക്ഷിപ്പിക്കണം, എന്താണ് ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ദിലീപിനെ അങ്ങ് ശിക്ഷിപ്പിക്കണം എന്ന് പറഞ്ഞുകൂടെ? അല്ലെ? അപ്പം ഒരു സ്റ്റേറ്റിന്റെ ഒരു സംവിധാനമൊക്കെ അല്ലേ നോക്കേണ്ടത്? അപ്പം ഗൂഢാലോചന അവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത്. പെല്ലിശ്ശേരി, താങ്കൾ ഈ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഇക്കിളി കഥകളൊക്കെ വിശ്വസിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത്. പ്രോസിക്യൂഷൻ ഒരു വേള
കോടതി പറഞ്ഞ എന്താ അറിയാം, ബഹുമാനപ്പെട്ട ഹൈക്കോടതി, നോബഡി പ്രസന്റ് ഫോർ ദി പ്രസന്റ് ഓഫ് ദി പ്രോസിക്യൂഷൻ, പ്രോസിക്യൂഷന് വേണ്ടി ഹാജരാകാൻ വേണ്ടിയിട്ട് ഇവിടെ ആളില്ല എന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ ഒരു സാഹചര്യം പോലും ഈ കേസിൽ ഉണ്ടായി എന്നുള്ളതാണ് Yes. വളരെ യാഥാർത്ഥ്യം. എന്തായാലും ഗൂഢാലോചന നടന്നിട്ടുണ്ട്. There Yes. was a criminal conspiracy, but that not against the accused, this victim എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റുന്നത്. എന്തായാലും 6 പേരെ ശിക്ഷിച്ചിട്ടുണ്ട് അനിൽജി. അതിൽ തന്നെ വ്യക്തമാണ് ബലാത്സംഗം നടക്കുകയോ അല്ലെങ്കിൽ അത് കോടതിക്ക് ബോധ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. അത് ആരുടെയെങ്കിലും കൊട്ടേഷൻ പ്രകാരമാണെന്നോ അല്ലെന്നോ ഇന്ന് വിധി വരാതെ പറയാൻ പറ്റില്ല. എന്നാൽ പോലും ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് അക്യൂട്ടിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് ഓക്കെ, പറയാനും പറ്റും. അഡ്വക്കേറ്റ് ശ്രീജിത്ത്, നമുക്ക് വരും ദിവസങ്ങളിലും ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതാണ്.